ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇസ്ത്രീട്ടൊക്കെ വെക്കുമല്ലോ. അങ്ങനെ വെച്ചു എന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും അതിൻ്റെ മേലെ ഒരു വെള്ളം വരുന്നു. ഏതാ വെള്ളം? മരപ്പട്ടി മൂത്രമൊഴിച്ചതാണ്. നിങ്ങൾക്ക് സ്വന്തം കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം വിശ്വാസത്തിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഈ നിലവിലുള്ള കാര്യത്തെ പറ്റിയാണ് ഇനി ഞാൻ പറയുന്നത്. വളരെ കൂടുതൽ സമയം എടുത്ത് പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം സകല വിധ സൗകര്യങ്ങളോടും കൂടി താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ നോക്കണം എന്താണെന്ന്. നിങ്ങൾ രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇസ്ത്രീട്ടൊക്കെ വെക്കുമല്ലോ. അങ്ങനെ വെച്ചു എന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും അതിൻ്റെ മേലെ ഒരു വെള്ളം വരുന്നു. ഏതാ വെള്ളം? മരപ്പട്ടി മൂത്രമൊഴിച്ചതാണ്. നിങ്ങൾക്ക് സ്വന്തം കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം വിശ്വാസത്തിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അതെടുത്ത് കുടിക്കാൻ അടച്ച് തന്നെ വെച്ചിരിക്കണം. പിന്നെ എപ്പോഴാണ് ഈ സാധനം ഇതിനകത്ത് വീഴുക എന്നുള്ളത് സംശയിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെയുള്ള എത്ര വീടുകൾ നമുക്കുണ്ട്. ക്ലിഫ് ഹൗസ് ഏതായാലും അങ്ങനെയല്ലോ ഒന്നാണ്. ഈ പറഞ്ഞത് വേറെ എവിടെന്നെങ്കിലും കേട്ട അനുഭവമല്ല, എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളെ ഈ തേച്ച് വെച്ച ഷർട്ടിനും മുണ്ടിലുമൊക്കെ ഈ പറയുന്ന മരപ്പട്ടി മൂത്രം വന്നു വീഴും. അങ്ങനൊരവസ്ഥ. എത്രയോ കാലമായിട്ട് നിൽക്കുന്ന കെട്ടിടങ്ങൾ നമ്മൾ അറ്റകുറ്റപ്പണിക്ക് ഭയപ്പെട്ട് നിൽക്കുകയാണ്. നമ്മൾ വേണ്ടത്ര മുൻഗണന പലപ്പോഴും കൊടുക്കുന്നില്ല എന്നാണ് അവസ്ഥ.